പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നാളെ സ്വർഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ വഴി എന്താ? ഒരു നന്മ നിന്റെ മുമ്പിൽ പറയപ്പെട്ടാൽ പിന്നെ നിനക്ക് ധൃതിയാണ്, എങ്ങനെയെങ്കിലും അത് ചെയ്യണം. അത് ചെയ്യാതെ നിനക്ക് സമാധാനമില്ല. ഇങ്ങനെ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, ആ സ്വഭാവം നിങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഗുണമെന്താണ്? വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. രണ്ട്, വയദഊനനാ റഗബൻ വറഹബാ. രണ്ടാമത്തെ കാര്യമെന്തെന്നറിയോ? രണ്ടാമത്തെ കാര്യമെന്തെന്നറിയോ? പഠിച്ചവനെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ, വളരെ ബുദ്ധിമുട്ടിന്റെ സമയത്ത്, പഠിച്ചവനെ ഏത് പ്രതിസന്ധിയിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പഠിച്ചവനോട് അവർ ദുആ ചെയ്യുകയാണ്. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. അവർ പടച്ച റബ്ബിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി പിടിച്ചുകൊണ്ടുവരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തെന്നറിയുമോ? അല്ലാഹുവേ, അവിടുന്ന് കത്തിക്കാൻ തീരുമാനിച്ചു. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങൾ മുഴുവനും വിറക് ശേഖരിച്ചു കൊണ്ടുവരികയാണ്. പലരും നേർച്ച ചെയ്തടോ, പലരും നേർച്ച ചെയ്യുകയാ, എന്റെ രോഗം മാറണാൻ. പഠിച്ചവനെ അവര് നേർച്ച ചെയ്തു, ഇബ്രാഹിമിനെ കത്തിക്കാനുള്ള തീയിലേക്ക് വിറക് കൊടുക്കാ. അങ്ങനെ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കടിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി. അടുത്തു പോകാൻ പറ്റുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ടുവന്ന് കയ്യും കാലും കെട്ടിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. അമ്പും വില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. എയ്തുവിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്തുവിടാൻ പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഇബ്രാഹിം നബിയേ, ഈ കാണുന്ന തീക്കുണ്ടാരം അണച്ചു കളഞ്ഞിട്ട് അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, ഒന്നനുവാദം തരുമോ? ഒന്നനുവാദം തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ആ അല്ലാഹുവിനറിയാം എന്നെ രക്ഷപ്പെടുത്താൻ. പടച്ചവനെ അതാ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുകയാണ്. പടച്ച റബ്ബിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കണോ, ദുആ ചെയ്യണോ. പ്രതിസന്ധിയിലും രക്ഷപ്പെടണം സഹോദരാ. നിന്നെ സഹായിക്കാൻ ഒരാളുമില്ലെന്ന് തോന്നുന്ന സമയം ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എല്ലാ വഴികളും അടഞ്ഞോ. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ട് നബിതങ്ങളുടെ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നബിതങ്ങളുടെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു തേള് വന്നിട്ട് കടിച്ചു. 16 17 പ്രാവശ്യം, 16 17 പ്രാവശ്യം തേള് കടിച്ചു. എന്നിട്ട് ഉസ്താദ് എഴുന്നേറ്റില്ല. അപ്പൊ കുട്ടികള് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ എഴുതാക്കാൻ? നബിതങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹദീസ് പകുതിയിൽ നിർത്തുന്നത് പേടിച്ചിട്ടാ ഞാൻ എഴുന്നേക്കാതിരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തേളാബങ്ങളെ പാമ്പൊന്നുമല്ല. ഇനി ഇവിടെ ഇരുന്ന് മരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഹാപ്പി ആയിക്കോ, ഷഹീദിന്റെ കൂലിയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറ്റൂല, അതെന്റെ വഴിക്ക് പൊക്കോളൂ, നിങ്ങൾ കാര്യാക്കണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഏത് പ്രതിസന്ധിയുടെ സമയത്തും ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല, രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന സമയം, രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന സമയം, ആ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഏതുപോലെ എന്നറിയുമോ? വനന്നൂനി ഇദ്ഹബു മുഗാദിബൻ ഫളന്ന. അല്ലാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ആഴമറിയുമല്ലോ. പടച്ചവനെ, വല്ലാത്ത ആഴമാണ് കടലിന്. അതാ കടലിനടിയിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുട്ടാട്. പടച്ചവനെ, ആ കടലിൽ ജീവിക്കുന്ന ഒരു മീനാണ് തിമിംഗലം എന്ന് പറയുന്നത്. അത് കടലിന്റെ ഏറ്റവും ആഴം കൂടിയ സ്ഥലങ്ങളിലാണ് തിമിംഗലം ജീവിക്കുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിനകത്ത് കിടക്കുകയാണ്. ഇതിനെക്കാളും വലിയ ഒരു പരീക്ഷണമില്ല. എവിടെയാ കിടക്കുന്നത്? കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത്. ആ ആഴമുള്ള സ്ഥലത്ത് കഴിയുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റില്, ആ മീനിന്റെ വയറ്റിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കിടക്കുന്നത്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം എങ്ങനെ രക്ഷപ്പെടുമടോ? നിങ്ങൾ പറ, അതിനകത്ത് നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? സുലൈമാൻ നബിയെ രക്ഷപ്പെടുത്താൻ ആരാവുള്ളത്? ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് ഏറ്റവും പ്രയാസകരമായ സമയത്ത് യൂനുസ് നബി അല്ലാഹുവിനെ വിളിക്കുകയാ. ഫനാദാ ഫിൽ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ സുലൈമാൻ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ അടിത്തട്ടിൽ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട്, ആ ഇരുളിനകത്ത് കിടന്ന്, അതിനെക്കാളും ഒരു പ്രയാസം ഒരാളും അനുഭവിച്ചിട്ടില്ലടോ. ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു. ഫനാദാ, പടച്ച റബ്ബിനെ വിളിക്കുകയാ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് പടച്ചവനെ വിളിക്കുകയാണ്. അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആ ദിക്റങ്ങാണം, ആ ദുആയങ്ങാണം പറയാതെ ഇരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണോ? ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, മക്കളില്ലാതെ വരുമ്പോ, പടച്ചവനെ, എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യൂ. അല്ലാഹു കഴിവുള്ളവനാണ്, അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമില്ലല്ലോ. ആ മീനിന്റെ വയറ്റിൽ കിടന്ന് ദുആ ചെയ്ത യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഫലസ്തീനും ഈജിപ്തും ഒക്കെ യാത്ര ചെയ്യുമ്പോ, യൂനുസ് നബിയുടെ ഖബർ കാണാൻ പോകുമ്പോ, ആ മീൻ കൊണ്ടുവന്ന് കരയിൽ കക്കി വെച്ച സ്ഥലം
കാണുമടോ. ഇന്നതൊരു വലിയ ബീച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന അടിമയ്ക്ക് വേണ്ട രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനാ, പടച്ചവനിലേക്ക് ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വാതിന് വന്നപ്പോ പലരും പറഞ്ഞ ഒരു കാര്യം, ഉസ്താദേ വിവാഹം കഴിഞ്ഞ് 5 കൊല്ലമായി 10 കൊല്ലമായി മക്കളില്ല. സങ്കടം പറഞ്ഞ ഒരുപാട് പേരുണ്ടോ, സങ്കടം പറഞ്ഞ ഒരുപാട് പേരുണ്ടോ. മക്കളില്ലാത്തവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ കാണുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും, ഒന്നുമായില്ലേ? സ്നേഹം കൊണ്ടല്ല പെങ്ങള്, അതൊരു കളിയാക്കലാ. എന്നോട് തന്നെ ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദ് ഒരു ഫംഗ്ഷനും പോകില്ല, കല്യാണ വീടുകളിൽ പോകില്ല, ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തും ഞാൻ പോകില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ചോദ്യം സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദ്. 10-33 വയസ്സുള്ള ഒരു പെണ്ണ് പറഞ്ഞത്, ഉസ്താദേ ഞാനൊരു കല്യാണത്തിനും പോകത്തില്ല, ഒരു ഫംഗ്ഷനും പോകില്ല. കാരണം കാണുന്നവര് ചോദിക്കും, ആയില്ലേ. സ്നേഹം കൊണ്ടല്ല, അത് ചില പെണ്ണുങ്ങൾക്കറിയാം. അവൾക്ക് മക്കളില്ല എന്നറിയാം, എന്നാലും ചോദിച്ച് വേദനിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണോ സഹോദര നീ ഭയക്കുന്നത്? നീ എന്തിനാ ഭയക്കുന്നത്? ഇന്ന് മക്കൾ ഉണ്ടാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഇന്ന് പലർക്കും മക്കളില്ലാത്തതിന്റെ കാരണം നിരാശ. പ്രായമായി 35 40 വയസ്സായി, ഒരുപാട് മരുന്ന് കഴിച്ചു, കൗണ്ടിങ് കുറവ്, അത് കുറവ്, ഇത് കുറവ്, ഗർഭപാത്രം അങ്ങനില്ല ഇങ്ങനില്ല എന്ന് പറയുന്നവർ ആര് പറഞ്ഞു? എടോ, ഏറ്റവും വലിയ പാപം നിരാശ എന്ന് പറയുന്നത് ശിർക്ക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇരിപ്പാണ് മടുക്കുവാണെങ്കിൽ പറയണം കേട്ടാ, മടുക്കുവാണെങ്കിൽ പറഞ്ഞേക്കണം. ഏറ്റവും വലിയ പാപമാണ് നിരാശ. എന്താ, അല്ലാഹ്ക്ക് മക്കളെ തരാൻ പറ്റൂലേ? 40 വയസ്സാകട്ടെ, 50 വയസ്സാകട്ടെ, 60 വയസ്സാകട്ടെ, 100 വയസ്സാകട്ടെ, അല്ലാഹ്ക്ക് മക്കളെ തരാൻ പറ്റൂലേ? ആരാ പറഞ്ഞത് 35 പ്രസവിക്കത്തില്ലെന്ന്, 40 പ്രസവിക്കത്തില്ലെന്ന്, 100 വയസ്സുള്ള വാപ്പായ്ക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് ആരാ പറഞ്ഞ? അല്ലാഹ് പറഞ്ഞോ? അല്ലെങ്കിൽ ഏത് ഹദീസിലുണ്ട്? കൊണ്ട് ആശുപത്രി പോകും, കണ്ട മരുന്ന് മുഴുവനും വാങ്ങിച്ചു കഴിക്കും, എന്നിട്ട് ഉള്ളതെല്ലാം പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. എന്തിനാ സഹോദരങ്ങളെ, എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ? മക്കളെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മക്കളില്ലായിരുന്നു. എന്താ, ഗർഭപാത്രം ചെറുതായതുകൊണ്ടാ? അല്ലെങ്കിൽ എന്താ, നബിതങ്ങൾക്ക് കൗണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാ? ആയിഷ ബീവിക്ക് മക്കളില്ലല്ലോ. നബിതങ്ങളും ആയിഷ ബീവി ഭാര്യ ഭർത്താവല്ലേ, അവർക്ക് മക്കളില്ലല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞ മറുപടി, അള്ളാഹു ചിലർക്ക് അത് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിലൊരു ഖൈറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മക്കളില്ല എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്, എത്രയോ വാപ്പമാരുണ്ട്. എന്നാ നിന്റെ വീടിന്റെ പരിസരത്ത് അള്ളാനോട് തന്നെ ചോദിക്കുക, എന്തിനാ അള്ളാ ഇങ്ങനെ ഒരുത്തിനെ എനിക്ക് തന്നേന്ന്? കഞ്ചാവ് അടിച്ചടക്കുന്ന മോൻ, ഉമ്മായ തല്ലുന്ന മോൻ, പാപ്പായെ തിരിഞ്ഞു നോക്കുന്നില്ല. ഉമ്മ അള്ളാനോട് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ഒരുത്തിനെ തന്നേന്ന്? ഇവൻ തീർന്നാ മതി എന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കഞ്ചാവ് അടിച്ചിട്ട് കിടക്കുന്നില്ല, മയക്കുമരുന്ന് അടിച്ചിട്ട്, കഞ്ചാവും കള്ളൊന്നും ഇല്ലേ? കള്ളു കുടിക്കുന്നവരില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളുകുടിയന്മാരെ കൊണ്ട് എവിടെ? കള്ളു കുടിക്കുന്നവരുണ്ടോ? ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കുന്നില്ല. കള്ളുകുടിയൊക്കെ പാവങ്ങൾക്ക്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും, ഞാൻ വണ്ടിയിലിരുന്ന് എന്തോ ഒരു കാര്യം പറയുമ്പോഴും ബീവറേജിലെ ക്യൂ ആ കണ്ടത്. കുന്നംകുളം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ എന്നാ ആളുപ്പാണോ പടച്ചാണ്. ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളില്ലാത്തവര് കേട്ടോ, മക്കളില്ലാത്തവര് കേട്ടോ, നിരാശ പാടില്ല. ജീവിതത്തിൽ ഒരിക്കലും നിരാശ പാടില്ല. പടച്ചവനെ, ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ടല്ലോ, ലോകത്തുള്ള പള്ളിയാണ്. ചെന്ന് സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പള്ളിയാ. പടച്ചവനെ, ഇന്ന് ആ ബൈത്തുൽ മുഖദ്ദസ് വല്ലാത്ത ഒരു പരീക്ഷണത്തിലാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഫലസ്തീന ജനതയെ നീ സഹായിക്കണേ അല്ലാഹ്.
പടച്ചവനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാ. ആരുമില്ലടോ ആ പാവങ്ങളെ സഹായിക്കാൻ എന്നാരുമില്ല. മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കിയ ഒരു വീടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് പിഞ്ചുമക്കളുടെ മയ്യത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരുപാട് പിഞ്ചുമക്കളുടെ മയ്യത്ത് നിരത്തി വെച്ചിരിക്കുകയാ. ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മരിച്ചു കിടക്കുന്ന മക്കളുടെ ചാരത്ത് തന്നിട്ട് പറയുന്നു, മക്കളെ നബിതങ്ങളെ കണ്ടാ പറയണം ഞങ്ങൾ ആരും സഹായിച്ചില്ല, എല്ലാരും ഞങ്ങളെ കൈവിട്ടെന്ന് പറയണേ എന്ന് മരിച്ചു കിടക്കുന്ന കൊച്ചുമക്കളുടെ മയ്യത്തിന്റെ ചാരത്തിരുന്നിട്ടൊരു പ്രായമുള്ള മനുഷ്യൻ പറയുകയാ. അവരെ തകർക്കാൻ ആർക്കും പറ്റില്ലടോ, ഏത് വൻശക്തികൾക്കും പറ്റില്ലടോ. 24 മണിക്കൂർ കൊണ്ട് തീർത്ത് കളയുമെന്ന് പറഞ്ഞവര് മാസങ്ങളായിരുന്ന് വിറയ്ക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? പടച്ചവനെ, തന്റെ വീടുണ്ടായിരുന്ന സ്ഥലം മുഴുവനും തകർന്ന് തരിപ്പണമായി, സർവ്വതും തകർന്ന് തരിപ്പണമായി. ആ ഇടിഞ്ഞു കിടക്കുന്ന വീടിന്റെ മുകളില് 10 11 വയസ്സുള്ള ഒരു ചെറിയ മകനിരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് ഖുർആനിലെ ഒരായത്തോതുകയാ. തകർന്നു പോയ വീടിന്റെ മുകളില് ഇരുന്നിട്ട് ആ ചെറിയ കുട്ടി ഓതിയ ആയത്തേതെന്നറിയുവോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഫലസ്തീനിലെ ഒരു പാവപ്പെട്ട ചെറിയ മകനുണ്ടല്ലോ, പടച്ചവനെ, അതാ കളിക്കണ്ട പ്രായത്തില് ആ പൊന്നുമകന്റെ വീട് മുഴുവനും തകർന്നു പോയി. അതാ ബോംബിട്ട് തകർത്തിരുന്ന വീടിന്റെ മുകളിൽ ഇരുന്നിട്ട് ചോദിച്ച ഒരാളോട് ഓതിക്കൊടുത്ത ആയത്തെന്തെന്നറിയുവോ? വാപ്പാ, നിന്റെ മകന്റെ പ്രായമല്ലേ ഉള്ളൂ, മൊബൈൽ കുത്തി കളിക്കുന്ന കാലത്ത്, തൊപ്പി എന്ന് പറയുന്ന ഒരുത്തന്റെ പുറകെ നടക്കുന്ന യുവത്വത്തിന്റെ കാലത്ത് ഒരു ചെറിയ മകൻ പറയുകയാ, അവന്റെ ഈമാനൊന്ന് ചിന്തിക്കടോ, അവന് ഖുർആനുമായിട്ടുള്ള ബന്ധം ചിന്തിക്കടോ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു ഭയപ്പെടുത്തും. അവൻ പറയുകയാ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ അവനെ ഭയപ്പെടുത്തും. അല്ലാഹു അവരെ പട്ടിണിക്കിടും. പടച്ചവൻ അവരുടെ കഷ്ടപ്പെടും, അവരുടെ സമ്പത്ത് തകർത്ത് കളയും. അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും, മരണങ്ങൾ കൊടുക്കും. എന്തും പരീക്ഷണം കൊടുത്താലും വീടും സ്വത്തും മരണവും എന്തും അവരുടെ മുമ്പിൽ കടന്നു വന്നാൽ അവര് പറയും, വബശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെയാണോ തോറ്റുപോയത്? അവിടെയാണ് തോറ്റുപോയത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ പഠിക്കണം, 3 ലക്ഷത്തോളം വരുന്ന സൈന്യമായുധം പിടിച്ചുകൊണ്ട് അതാ പടച്ചവനെ ഗാസയുടെ പുറത്തു വന്ന് നിന്നിട്ട് പറയുകയാ, പോകേണ്ടവരൊക്കെ പൊക്കോ, രക്ഷപ്പെടേണ്ടവർ മുഴുവനും രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ സർവ്വതും തകർത്ത് കളയുമെന്ന് പറയുമ്പോ അവര് പിടിച്ചു നിന്നത് എന്തിനെന്നറിയോ? ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, പടച്ചവനെ പേർഷ്യയിലേക്ക് യുദ്ധത്തിന് പോവുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞു ഒരു എഴുത്തെഴുതുകയാ, ഖാലിദേ, നിങ്ങൾ ന്യൂനപക്ഷമാ ഖാലിദ്, ഞങ്ങൾ ഭൂരിപക്ഷമാണ്, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഞങ്ങളുടെ കയ്യിൽ സർവ്വതുമുണ്ട് ഖാലിദ്, അതുകൊണ്ട് വന്ന് കീഴടങ്ങ്, മരിക്കണ്ട, തോറ്റുപോകും ഖാലിദ്, നിങ്ങൾ വന്ന് കീഴടങ്ങാ പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് എന്തെന്നറിയോ? ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ പറയുകയാ, നിങ്ങൾക്കും മരിക്കാൻ പേടിയാ, നിങ്ങൾക്കും മരിക്കാൻ പേടിയാ, നിങ്ങൾ ജീവിക്കാൻ കൊതിക്കുന്നു, പക്ഷേ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കും മരിക്കാൻ പേടിയില്ല, ഞങ്ങളും മരണത്തെ കൊതിക്കുന്നവരാ, ഞങ്ങളും മരിക്കാമെന്നവരാ. തോറ്റുപോയോടോ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വീണ് മരിച്ചു പോകുന്നവർ ഒന്ന് ചിന്തിക്കടോ, പിഞ്ചു കുഞ്ഞുങ്ങൾ
മരിച്ചു വീഴുകയാണ്, ഒരു നിരപരാധികളായ പെണ്ണുങ്ങൾ മരിച്ചു വീഴുകയാ. പടച്ചവനെ അനശേഷ പോലും കൊടുക്കാൻ മരുന്നില്ലാതെ ജീവനുള്ള കുഞ്ഞിന്റെ കാല് മുറിക്കുകയാ. റബ്ബേ കരുണ കാണിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ, ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ, കണ്ണ് തുറക്കണ്ടവരുടെ കണ്ണ് തുറപ്പിക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ ഫലസ്തീനിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഇരിക്കുന്നത്. പടച്ചവനെ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് പടച്ചവനെ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുകയാ. മറിയം എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് കഴിഞ്ഞതിനകത്താടോ ആ പള്ളിയുടെ മിഹ്റാബിലാണ് പടച്ചവനെ മറിയം ബീവി കഴിഞ്ഞിരുന്നത്. അവിടെ ഇരിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാമാണ് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്കണം. ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അവര് നമ്മുടെ കൂടപ്പുറപ്പ, നമ്മളോ നമുക്ക് വല്ല ബോധമുണ്ടോ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, മറിയമിന്റെ ഉമ്മയാണ് ഹന്നത്ത്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഒരിക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ അല്ലാഹു എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്ന ഞാനത് പള്ളിക്ക് കൊടുത്തേക്കാം. ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നത്, എനിക്കൊരു കുഞ്ഞിനെ തന്ന ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം. മഹദി വിചാരിച്ചത് ആൺകുട്ടിയായിരിക്കുമെന്ന്, സത്യത്തിൽ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി. പക്ഷെ അള്ളാഹിനോട് പറഞ്ഞതല്ലേ, അങ്ങനെ പള്ളിക്ക് തന്നെ കൊടുത്തു. അങ്ങനെ മിഹ്റാബിനകത്താണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ വളരുന്നത്. അങ്ങനെ ഒരിക്കൽ സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കഴിയുന്ന മറിയമിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ മറിയം ഇങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സക്കരിയ നബി അലൈഹിസ്സലാം നോക്കി, പടച്ചവനെ ഈ പഴം ഈ നാട്ടിൽ പോലും കിട്ടാത്ത സമയമാണ്. ആ നാട്ടിൽ പോലും പഴത്തിന് ചില സമയങ്ങളുണ്ട്, മാങ്ങയ്ക്ക് സീസൺ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പഴത്തിന്റെ സീസൺ അല്ല, ആ ഫലസ്തീനിൽ പോലും ആ പഴം കിട്ടാത്ത സമയത്താണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്നിട്ട് മറിയം ബീവി പഴം കഴിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയമിനോട് ചോദിച്ചു, മറിയമേ ഈ പഴം നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ആ മറിയമിനോട് ചോദിച്ചു, ഈ പഴം എവിടെയാണ് നിന്ന് കിട്ടിയത്? ആ സമയത്താണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മകളെ 7 വയസ്സെങ്ങാണ്ടേ ഉള്ള ചെറിയ മകള് പറയുകയാ, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബെനിക്ക് തന്നതാ, എന്റെ റബ്ബെനിക്ക് തന്നതാ. പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന ചെറിയ കുട്ടിക്ക് അല്ലാഹു കഴിക്കാൻ ഭക്ഷണം കൊടുത്തിരിക്കുകയാണ്. ഈ ഭക്ഷണം സീസൺ അല്ലാത്ത സമയത്താണ് കിട്ടിയിരിക്കുന്നത്. പടച്ചവനെ അപ്പോഴാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അപ്പൊ സീസൺ ഇല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. ആ സമയത്താണ് പടച്ചവനെ സക്കരിയ നബിക്ക് മനസ്സിലായി, ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഇത് സാധാരണ ഒരു കുട്ടിയല്ല. സക്കരിയ നബി അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് പറയുകയാ, ഇതിനാദാ ربه نداء خفيا قال رب إني وهن العظم مني واستغل الرأس شيبا. മക്കളില്ലാത്തവര് കേട്ടോ, മക്കളില്ലാത്തവര് കേട്ടോ, മഹാനായ സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുമോ? പടച്ചവനെ എനിക്ക് പ്രായം ചെന്നു തമ്പുരാന്, എന്റെ മുടിയൊക്കെ നരച്ചു തമ്പുരാന്, എന്റെ തൊലിയൊക്കെ ചുളുങ്ങി തമ്പുരാന്, എന്റെ എല്ലുകൾ മുഴുവനും പൊടിഞ്ഞു തുടങ്ങി തമ്പുരാന്. പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് പ്രായമായല്ല. 100 വയസ്സ് കഴിഞ്ഞടോ, സക്കരിയ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞു. പടച്ചവനെ 120 വയസ്സാണെന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് അല്ലാഹുവോട് സക്കരിയ നബി പറയുകയാ, ഞാൻ പ്രായം ചെന്നവനാ, പടച്ചവനെ
എനിക്ക് പ്രായമായി തമ്പുരാന്. അല്ലാഹുവേ എനിക്ക് എല്ലാ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സക്കരിയ നബി റബ്ബിനോട് പറയുകയാ, പടച്ചവനെ, ഞാൻ പ്രായം ചെന്ന മനുഷ്യനാണ്. എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി. ഒരുപാട് രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പടച്ചവനെ, കൗണ്ടിങ് കുറഞ്ഞവനാണ് ഞാൻ. പച്ച മലയാളത്തിൽ പറഞ്ഞ 120ഓളം വയസ്സിനടുത്തിരിക്കുന്ന സക്കരിയ നബി, അല്ലെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, അല്ലാഹുവേ പ്രായം ചെന്നു, എല്ലുകൾ പൊടിഞ്ഞിരിക്കുന്നു, മുടികൾ നരച്ചിരിക്കുന്നു, തൊലികൾ ചുളുങ്ങിയിരിക്കുന്നു. അല്ലാഹുവേ, കൗണ്ടിങ് പോലും ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യനാണ് ഞാൻ. റബ്ബേ, എന്റെ ഭാര്യ ആരാണെന്നറിയോ? അവൾക്കും പ്രായമായി തമ്പുരാന്. പെങ്ങളെ, മെൻസസിന്റെ പീരിയഡ് പോലും കഴിഞ്ഞു. മെൻസസ് നിലച്ച പെണ്ണാണ് എന്റെ ഭാര്യ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ സക്കരിയ നബി പറയുകയാണ്, 50ഉം 55ഉം വയസ്സ് കഴിഞ്ഞാൽ, 60 വയസ്സ് കഴിഞ്ഞാൽ മെൻസസ് പോലും ഇല്ലാതാകുമല്ലോ. അപ്പൊ ഒരു പ്രായം ചെന്ന കിളവിയെ പോലെ പ്രായമായടോ, പ്രായമായി. എനിക്ക് പ്രായമായി, എന്റെ ഭാര്യക്ക് പ്രായമായി. മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പടച്ചവന്. മക്കളുണ്ടാകാൻ ഒരു ചാൻസുമില്ല പടച്ചവന്. രണ്ടുപേരും പ്രായം ചെന്നവരാ. നിനക്ക് കഴിയുമല്ലോ അല്ലാ, നിനക്ക് കഴിയുമല്ലോ അല്ലാ. ഈ പ്രായം ചെന്ന് എനിക്ക്, പ്രായം ചെന്ന് എന്റെ ഭാര്യക്ക് മക്കളെ തരാ നിനക്ക് കഴിയുമല്ലോ അല്ലാ. എനിക്കൊരു മകനെ തരണേ അല്ലാ. മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലടോ, മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇന്നത്തെ ഡോക്ടർമാര് പറയുന്ന കണക്ക് വെച്ച് നോക്കിയ 100 വയസ്സ് കഴിഞ്ഞു സക്കരിയ നബിക്ക്. തന്റെ ഭാര്യയുടെ മെൻസസ് അവസാനിച്ചു, അതുപോലുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സക്കരിയ നബി അള്ളാഹിനോട് പറയുക, പടച്ചവനെ, മക്കളുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സമയം നിനക്ക് കഴിവുണ്ടോ പടച്ചവനെ? എനിക്കൊരു മകനെ വേണം, എനിക്കൊരു മകനെ വേണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, നീ ഗർഭിണിയാവും, നമുക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഭാര്യ ചോദിച്ചു, ഈ കിളവിയായ എനിക്ക് ഞാൻ പ്രസവിക്കാനോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കരിയ നബി ദുആ ചെയ്തു. അല്ലാഹു കൊടുത്ത പെങ്ങളെ, ആ വയസ്സാം കാലത്ത് അല്ലാഹു അവരെ പൊന്നുമോനെ കൊടുത്തു. ഒരു പൊന്നുമോനെ കൊടുത്തു. അള്ളയാണ് പേര് വെച്ചത് യഹ്യാ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബിയുടെ മകന്റെ പേരാണ് യഹ്യാ. അള്ളയാ പേര് പറഞ്ഞു കൊടുത്തത്, യഹ്യാ എന്ന് പേര് പറഞ്ഞു കൊടുത്തത് അള്ളയാണ്. അള്ള കൊടുത്തു സക്കരിയ നബിക്ക് യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ അള്ള കൊടുത്തല്ലോ. വല്ലാത്ത ഒരു മകനായിരുന്നു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. കരയുമടോ, കരയുമടോ യഹ്യാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, പ്രായമായ പ്രസവിക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്ത് രോഗമാണെങ്കിലും, എന്തൊക്കെ പ്രയാസമാണെങ്കിലും കണ്ട മരുന്ന് കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്താതെ അല്ലാഹുവോട് ദുആ ചെയ്തോ. സക്കരിയ നബി ദുആ ചെയ്തപ്പോൾ അല്ലാഹ് മക്കളെ കൊടുത്തെങ്കിലും സക്കരിയ നബിയുടെ ദുആ മാത്രമല്ല അല്ലാഹ് സ്വീകരിക്കുന്നത്, യൂനുസ് നബിയുടെ ദുആ മാത്രമല്ല അല്ലാഹ് സ്വീകരിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും അറ്റുപോകുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ദുആ ചെയ്തോ. വയദൂനനാ റബ്ബൻ വറഅബാ. സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മക്കളില്ലാത്തവർക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാ. മക്കളില്ല എന്ന് പറയുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാ. പടച്ചവനെ, ഏതാണ് മരുന്നെന്നറിയോ? ഏതാണ് മരുന്നെന്നറിയോ? മഹാനായ പടച്ചവനെ, അല്ലാഹുവേ, ഉസ്താദ് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ, കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹസൻ ബസരി
തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാ, വെള്ളമില്ല, മഴയില്ല, ദുആ ചെയ്യണം, നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരണം, ഒരു വഴി പറഞ്ഞു തരണം. മഹാനവറുകൾ പറഞ്ഞു, മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. ഒരാള് മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, മഴയില്ല, വല്ലാത്ത ക്ഷാമം, ദുആ ചെയ്യ്, ഒരു വഴി പറഞ്ഞതാ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമതൊരാൾ വന്നു, അദ്ദേഹം പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമം, വെള്ളമില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാത്ത ക്ഷാമമാ, ഒരു വഴി പറഞ്ഞതാ. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രയാസത്തില, കച്ചവടം ഒന്നുമില്ല, സാമ്പത്തികമായി വലിയ പ്രയാസത്തില്ല, ദുആ ചെയ്യണം. ഇമാം മഹാനവറുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറ. മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം, ദുആ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് പറ. 3 പേർക്ക് ഒരേ മരുന്ന്. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ 3 പേരോട് ഒരു മരുന്നല്ലേ പറഞ്ഞ, അസ്തഗ്ഫിറുല്ലാഹ് പറയാം, അതെന്തേ 3 പേർക്കും ഒരു മരുന്ന്? നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഏത് അസുഖത്തിന് പോയാലും ഒരു ഡബ്ബയ്ക്കകത്തുനിന്ന് കുറച്ച് വാരിത്തരും, അതിലെന്ത് വർക്കത, നല്ല വിളിക്ക എന്ന് പറഞ്ഞതുപോലെ 3 പേർക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുത്ത് എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറഞ്ഞതാ, യുർസിലി സമാ അലൈക്കും ബിദറാറ വയംദിദുകും ബിഅംവാലി വബനീൻ. അല്ലാഹു പറയുകയാ, യുർസിലി സമാ അലൈക്കും ബിദറാറ വയംദിദുകും ബിഅംവാലി വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളില്ലാത്തവർ അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടമില്ലേ, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു, മീൻ കിട്ടുന്നില്ലേ, എന്ത് പറയണം? 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറ, എന്നിട്ട് വലയിട്ട് നോക്കും, മീൻ കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളില്ലാത്തവർ അസ്തഗ്ഫിറുല്ലാഹ് പറ, ഈ മരുന്ന് കഴിക്കുക. 2 ഒരു മരുന്ന് കൂടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. മക്കളില്ലാത്തവർക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്തോട്ടെ. നിങ്ങൾക്ക് പഠിക്കാൻ ഇനി ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ കലീമുള്ളയാ, അള്ളാഹുവിനെ കണ്ട പ്രവാചകന, അള്ളാഹിനോട് സംസാരിച്ച പ്രവാചകന, എനിക്ക് മക്കളില്ല, നിങ്ങൾ ദുആ ചെയ്തിട്ട്. അപ്പൊ മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്ത്, പടച്ചവനെ ഈ പെണ്ണിന് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, മൂസ, അവള് പ്രസവിക്കാത്ത പെണ്ണ. അതിനെന്താ പറയാ? ഈ പ്രസവിക്കാത്ത പെണ്ണിനൊക്കെ എന്താ പറയാ? ഈ പ്രസവിക്കാത്ത പെണ്ണിനെന്താ പറയില്ലേ? വേണ്ട, എന്താ എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പേടിയാ. ഇതൊക്കെ ലൈവ് പോകുന്നതാ, എവിടാ കട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. ഞാൻ 8 കൊല്ലം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. 8 വർഷം മുമ്പ് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചവനാണ് ഞാൻ. ഇന്ന് 29 കേസുണ്ട്. അല്ലാഹു ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മൈക്ക് കിട്ടുമ്പോ എന്തെങ്കിലും. എത്ര കേസുണ്ട്? 29 കേസിലെ പ്രതിയാണ്. നിങ്ങളെ കുറിച്ച് തല്ലാൻ അവസരം പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഉസ്താദ് അനുഭവിക്കട്ടെ എന്നല്ല, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് അങ്ങനെ വേണം ഇല്ലേ ഉസ്താദ്? പെണ്ണുങ്ങളെ തല്ലാനല്ലേ? അല്ലാഹു ആലം പഠിച്ചനെ. പെണ്ണുങ്ങളെ കിളവി എന്ന് വിളിച്ച കേസാ, എടീന്ന് വിളിച്ച കേസാ. ഒന്നും വിളിക്കരുത്, ഉണ്ടാ നടന്ന ഒരു കുഴപ്പമില്ല. എന്തുവല്ല അയക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തേ പറഞ്ഞോണ്ടിരുന്നേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്ക വന്ന് പറഞ്ഞപ്പോ മൂസാ നബി ദുആ ചെയ്തപ്പോ അല്ലാഹ് പറഞ്ഞു, അവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന്. മൂസാ നബിയോട് പിന്നെ ഈ പെണ്ണ് പറഞ്ഞു ദുആ ചെയ്യുന്ന. വീണ്ടും ചോദിച്ചു. അല്ലാഹ് പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ലേ പ്രസവിക്കില്ല? പിന്നെന്താ? പോയി. കുറെ നാളുകൾക്ക് ശേഷം ഈ പെണ്ണ് ഒരു കുഞ്ഞുമായിട്ട് മൂസാ നബിയുടെ മുമ്പിൽ വന്നു. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഈ കുഞ്ഞ് ആരുടെയാ? എന്റെ നബിയെ, നല്ല കുട്ടിയാവാൻ ദുആ ചെയ്യണേ. മൂസാ നബി ചിന്തിച്ചു, പഠിച്ചാൽ അല്ലാഹ് അല്ലേ പറഞ്ഞ ഇവള് പ്രസവിക്കൂല, പിന്നെ ഈ കുഞ്ഞ് എവിടുന്ന് വന്നു? അള്ളയാണ് പറഞ്ഞത് ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന്. പിന്നെ എവിടെ നിന്ന് ഈ കുഞ്ഞു വന്നു? അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തു, മൂസ, ഞാൻ അവള് പ്രസവിക്കാത്തവളാണെന്ന് നിന്നോട് പറഞ്ഞപ്പോഴും അവളൊരു ദിക്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാണ് ഞാൻ മക്കളെ കൊടുത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
ഞാൻ അവള് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ പറയണേ? ഒരു ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാണ് അള്ളാഹു പെണ്ണിന് മക്കളെ കൊടുത്തത്. അതുകൊണ്ട് മക്കളില്ലാത്ത സഹോദരിമാര് ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയണം. രണ്ട് യാ റഹീമു യാ അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. ആ പെണ്ണ് പറഞ്ഞ ദിക്ർ അതായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, കണ്ട മരുന്ന് കഴിച്ച് ആയുസ് കളയാതെ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്ക്. റബ്ബ് തരും നിങ്ങൾക്ക്. നിരാശ വേണ്ട. സക്കരിയ നബിക്ക് നിരാശയില്ലായിരുന്നു. നീയും നിരാശ വെക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു സന്തോഷം തരും. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളുള്ളവരോട് ഞാൻ പറയുന്നത്, ഒരിക്കലും ആ പാപങ്ങളെ വേദനിപ്പിക്കരുത്. നിങ്ങൾ അവരോട് പറയണം, പേടിക്കണ്ട, അള്ളാഹു തരും. ഇത് പറഞ്ഞാൽ മതി. മക്കളില്ലാത്തവരെ കാണുമ്പോൾ എന്ത് പറയണം? അള്ളാഹു തരും, പടച്ചവൻ തരും മോളെ, സമയമാകുമ്പോ കിട്ടും, അൽഹംദുലില്ലാഹ്. അല്ലാതെ കിട്ടിയോ എന്ന് ചോദിക്കരുത്. തിരിച്ചു ചോദിക്കണം, കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനമാണോ? നിന്നെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ വളരെ കുറവാണ്. സ്നേഹമുള്ളവരങ്ങനെ ചോദിക്കില്ല. ഞാൻ എൻ്റെ പെങ്ങളോട് പറയുന്നു, എവിടെയും ധൈര്യമായിട്ട് പോകണം. കല്യാണത്തിനും എല്ലാ ഫംഗ്ഷനിലും പോകണം. മക്കളാകാത്ത നിന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ നീ ചോദിക്കുന്നത് എന്താ, കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവള് പറയും, ഇവക്ക് അഹങ്കാരമാണ്, അത് കാര്യമാക്കണ്ട, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതോടെ അവരുടെ ചോദ്യം തീരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ പോകാനുള്ള രണ്ടാമത്തെ വഴി, ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്യോ? എപ്പോ? നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അല്ലാഹ് നമ്മളെ സഹായിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹ് നമ്മളെ സഹായിക്കാത്തത്? എന്റെ ചങ്ങാതിമാരെ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നാളെ രാവിലെ ഒരു 50,000 രൂപ, നാളെ ഒരു ഉച്ചയ്ക്ക് ളുഹറിന് മുമ്പ് ഒരു 50,000 രൂപ നിനക്ക് അത്യാവശ്യമായിട്ടും വേണമെന്ന് സങ്കല്പിക്കും. നീ എന്ത് ചെയ്യും? ഫോൺ എടുക്കും, അറിയുന്ന ആൾക്കാരെല്ലാം വിളിക്കും. കിട്ടാനുള്ള വഴികൾ മുഴുവനും നീ വിളിക്കും. എല്ലാവരെയും വിളിച്ചു നോക്കും, എങ്ങും കിട്ടിയില്ല. നാളെ രാവിലെ എഴുന്നേറ്റു, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പരക്കം വാങ്ങി എല്ലാ സ്ഥലങ്ങളിലും പോയി അലഞ്ഞ് എങ്ങും നിന്നും പൈസ കിട്ടിയില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ശരീരം വിയർത്ത് വീട്ടിലേക്ക് കയറി വന്നു. 12 മണിക്ക് വീട്ടിലേക്ക് കയറി വന്നു. ഭാര്യയോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരാൻ. ഭാര്യ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് നിന്റെ മുമ്പിൽ വന്നു. പടച്ചവനെ ക്ലോക്കിൽ നോക്കി, 12:30 ആകാറായി. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പൈസ വേണം. 1 രൂപയുമില്ല. അവസാനം ആ കസേരയിൽ ഇരുന്നിട്ട് നീ വിളിക്കുന്നൊരു വിളിയുണ്ട്, അല്ലാഹുവേ സഹായിക്കണേ അല്ലാഹ്. നാട് മുഴുവനും തെണ്ടി നടന്നിട്ട് കിട്ടാതെ വന്നപ്പോ അവസാനം വന്ന് അല്ലാഹയെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാട് മുഴുവനും നടന്നിട്ട് എങ്ങൊന്നും കിട്ടാതെ വന്നപ്പോ അവസാനം വന്ന് വിളിച്ച വിളി, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എപ്പോ ചോദിക്കണം? എല്ലാം നടന്നിട്ട് തീർന്നതിന് ശേഷമല്ല ചോദിക്കേണ്ടത്, തുടക്കത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഞാൻ പറയുന്നത്, അള്ളാഹുവിന് എന്തിനും കഴിവുണ്ട്. ഏതു പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിന് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതെന്താ? 11 മണിയായി. ഇരിക്കുന്നോ, നിർത്തണോ, പോണോ? എന്താ പറയുന്നത്? നിർത്തുന്നോ, പറയണോന്ന്? പറയണോ, നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാഹ്. പൈസ ചോദിക്കുമ്പോഴും ആത്മാർത്ഥത കാണിക്കണം. ഞാൻ ചോദിക്കും, സ്വർണം ചോദിക്കുമ്പോഴും ഇതുപോലെ ഊരിങ്ങ തന്നേക്കണം. അൽഹംദുലില്ലാഹ്. ഇന്ന് മഴയൊന്നും പെയ്യത്തില്ലല്ലോ. മഴ പെയ്താലും ഇന്ന് വഴുത് അവസാനിപ്പിക്കത്തില്ല. ഇതിന്റെ മോളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴുത് പറയും. അല്ലാഹു ഭാഗ്യത്തിനുമാറാകട്ടെ. മഴയൊന്നും പെയ്യില്ലടോ. അല്ലാഹ്ക്ക് ഇത് മുടക്കിയിട്ട് എന്ത് കിട്ടാനാണ്? ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തരുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ, മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയദഊനനാ റഗബൻ വറഗബാ.
പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഇനി മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ എളുപ്പമാകുമടോ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ ആ ഭയമാണ് നമുക്ക് വേണ്ടത് ആ ഭയമാണ് നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഭയമില്ലല്ലോ ഭാര്യയ്ക്കുമില്ല ഭർത്താവിനുമില്ല വാപ്പയ്ക്കുമില്ല ഉമ്മയ്ക്കുമില്ല മക്കൾക്കുമില്ല ആർക്കും ഭയമില്ലടോ അല്ലാഹുവിനെ പേടിയില്ലടോ നമുക്ക് അല്ലാഹുവിനെ ഭയമില്ല അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു പടച്ചവനെ തെറ്റു ചെയ്യാനും ഉമ്മത്തിന് ഭയമില്ല തെറ്റ് ചെയ്യാനും ഉമ്മത്തിന് ഭയമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് തെറ്റ് തിരുത്തി കൊടുക്കുന്നവർ വളരെ കുറവാടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ പാതിരാത്രിയായാൽ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ പാതിരാത്രി നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് സംസാരം കേൾക്കുകയാണ് ഒരു വീടിനകത്ത് സംസാരം കേൾക്കുകയാണ് ഒരു ഉമ്മയും മകളും കൂടെ സംസാരിക്കുകയാണ് ഉമ്മ മകളോട് പറയുന്നു പാലിലെ വെള്ളം കലർത്താൻ ഉമ്മ മകളോട് പറയുകയാ പാലിലെ വെള്ളം കലർത്താ പടച്ച റബ്ബേ മകള് പറഞ്ഞു ഞാൻ കലർത്തൂല മകള് പറഞ്ഞു ഞാൻ വെള്ളം കലർത്തൂല ഉമ്മ പറഞ്ഞു മോളെ പാലിനകത്ത് വെള്ളം കലർത്തണം അതാ മകള് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമർ അറിഞ്ഞ പ്രയാസമാണുമ്മ ആ സമയത്ത് ഉമ്മ പറയുന്ന മോളെ ഉമർ എങ്ങനെ അറിയാനാ ഉമർ പടച്ചവനെ വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയാ ആ ഉമർ എങ്ങനെ അറിയാനാണ് നമ്മുടെ വീടിനകത്ത് പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ പെങ്ങളെ ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ഖലീഫ ഉമർ അറിഞ്ഞില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ ആ പൊന്നുമോൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നു ആ പൊന്നുമോൾ ഉമ്മയോട് പറയുകയാ അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ ഉമർ തങ്ങൾ അടയാളം വെച്ചു ആ വീട് തിരിച്ചറിയാൻ ഒരു അടയാളം വെച്ചു റബ്ബേ സുബഹി നമസ്കാരം കഴിഞ്ഞ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ ആളെ പറഞ്ഞു വിട്ടു അല്ലാഹുവേ ഒരു സഹാബി ചെന്ന് അന്വേഷിക്കുമ്പോൾ വാപ്പ മരണപ്പെട്ടു പോയി അവര് വിധവയാണ് ആ പെൺകുട്ടി യതീമാണ് പടച്ചവനെ അവർ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ അവരുടെ ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു പോയി വല്ലാത്ത ദാരിദ്ര്യമാണ് ആ കുടുംബം പട്ടിണിയിലാണ് ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞത് കാരണം വലിയ പ്രയാസമാണ് ആ പ്രയാസം കാരണമാണ് ഉമ്മ മകളോട് പറഞ്ഞത് വെള്ളം കലക്കാറ് അല്ലാഹുവേ ഉമർ തങ്ങൾ പറയുകയാ ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ മക്കളെ വിളിക്കുകയാണ് പ്രായപൂർത്തിയായ ഖലീഫയുടെ മക്കളെ വിളിക്കുകയാ എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു മക്കളെ ഞാൻ ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടു യതീമായ പെൺകുട്ടിയുണ്ട് അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് എനിക്ക്
കല്യാണം കഴിച്ച് ഭാര്യ ഒരു പെണ്ണിനോടുള്ള ബാധ്യതകളെ തീർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, എനിക്ക് പ്രായമായില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുമായിരുന്നു. കാരണം അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ. അതുകൊണ്ട് മക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ആ പെണ്ണിനെ വിവാഹം കഴിക്കുമോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ. ഉമർ തങ്ങളുടെ മകൻ അവിടെ വിവാഹം കഴിച്ചതോ യതീമായ പാവപ്പെട്ട വീട്ടിലെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് മഹാനായ ഉമർ തങ്ങളുടെ മകനായിരുന്നു. ആ കുടുംബത്തിലാണ്, ആ കുടുംബം ആ പെണ്ണിനുണ്ടായിരുന്ന യോഗ്യത എന്തെന്നറിയോ? ഇൻസ്റ്റാഗ്രാമിൽ പടച്ചവനെ അക്കൗണ്ടില്ല, റീൽസ് ചെയ്യുന്നവളല്ല, പടച്ചവനെ ഫേസ്ബുക്ക് ഉള്ളവളല്ല. അവിടെ ഉമർ തങ്ങൾ നോക്കിയത് ഈമാനുണ്ടോ എന്നാണ്. അല്ലാഹുവിനെ പേടിയുള്ളവളായിരുന്നു, പടച്ചവനെ പേടിയുള്ളവളായിരുന്നു, ദീനുള്ളവളായിരുന്നു. പടച്ചവരെ, ഉമർ തങ്ങളുടെ പൊന്നാര മകനെ പടന്ന് വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹം കഴിച്ച പെണ്ണിന്റെ വയറ്റിലാണ് പടച്ചവനെ, ആ പരമ്പരയിലാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളുടെ മകന്റെ പരമ്പരയിലാണ് അവിടെ നിന്ന് ജനിച്ചത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സാധാരണ ഒരാളല്ല. അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, അവിടെ നിന്ന് മരണപ്പെട്ടു. ജനാസ കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ശരീരത്തിൽ വലിയ വലിയ പാടുകൾ കാണുകയാ, വലിയ വലിയ അടയാളം കാണുകയാ. പടച്ചവനെ, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പടച്ചവനെ, എങ്ങനെ ജനാസ കബറടക്കി ദിവസങ്ങൾ കഴിഞ്ഞോ. കൂട്ടുകാര് സ്വപ്നം കാണുമ്പോ മരിച്ചുപോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. എന്താണ് കാണുന്നതെന്നറിയോ? കബറിനകത്ത് ചാരിയിരുന്ന് ചിരിക്കുകയാ. അതാ കൂട്ടുകാര് മുഴുവനും ഒരുമിച്ച് സ്വപ്നം കാണുകയാണ്. എല്ലാവരും പള്ളിയിൽ വന്നു. സ്വപ്നം കണ്ടവർ പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അല്ലാഹുവേ, ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വഴുതകക്കാമെന്ന വാപ്പാ, നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാരല്ല, നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് നാട്ടുകാരല്ല, നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ പറയണം വാപ്പാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, ഈ മഹാനവറുകളെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ജീവിതത്തില് ഇതുപോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭാര്യ പറയുകയാണ്, അല്ലാഹുവിനെ ഭയമുള്ള ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നറിയോ? അല്ലാഹുവിനെ പേടിയാ, അല്ലാഹുവിനെ പേടിയാ. റൂമിനകത്ത് കയറി വാതിലടച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലുകയാ. ചാട്ടവാറ് കൊണ്ട് തല്ലിയ പാടുകളാണ് എന്റെ ഭർത്താവിന്റെ ശരീരത്ത് കണ്ടത്. പെങ്ങളെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എങ്ങനെയാണ് മരിച്ചതെന്നറിയോ? ആരാണെന്നറിയോ? പടച്ചവരെ, ഒരു ജനാസ കബറടക്കാൻ പോയി, ഒരു ജനാസ കബറടക്കാൻ പോയി. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ജനാസ കബറടക്കിയിട്ട് എല്ലാവരും പോകുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കബറിന്റെ ചാരത്തിരിക്കുകയാണ്. വരുന്നില്ലേ തങ്ങള്, വരുന്നില്ലേ തങ്ങള്, എല്ലാവരും പൊക്കോ, എന്നെ ഒന്ന് വെറുതെ വിടുവോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയും ഇരിക്കട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ എല്ലാവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് പള്ളിപ്പറമ്പിലെ ഒരു പഴയ കബറിന്റെ ചാരത്ത് ചെല്ലുകയാ. ഒരു പഴയ കബറിന്റെ ചാരത്ത് ചെന്നടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ.
പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാ. പടച്ചവനെ മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ ഇരുന്നപ്പോ ഖബർ സംസാരിക്കുകയാ. ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരുപാട് സമയം കൊണ്ടിരിക്കുകയാണല്ലോ, എന്നോടൊന്നും ചോദിക്കാറില്ലേ, എന്നോടൊന്നും ചോദിക്കാറില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ. ഖബർ പറയുന്നു, എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയണോ? എന്താണെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുന്നു, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. ഒരു ഖബറിന്റെ സ്വഭാവം പറയുകയാ. എന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യൻ വന്ന അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാ. കണ്ണ് മുഴുവനും അവിടെ നിന്ന് ചൂടെടുക്കുകയാ. ഖബറാരംഗം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പറയല്ലേ പറയല്ലേ, കേൾക്കാനുള്ള ധൈര്യമില്ല. പിടഞ്ഞ് താഴെ വീഴുകയാണ്. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. ആ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തതാണ്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ അള്ളാനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ്. എന്നിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞു, പൊരുത്തം ചോദിച്ചു, ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിഥികൾ വരുന്നുണ്ട്, നീ വീടിന്റെ വെളിയിലിറങ്ങ്. അബ്ദുൽ അസീസ് തങ്ങള് ഭാര്യയോട് പറയുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു, നീ പെണ്ണാണ്, വീടിന്റെ വാതിലിൽ അടച്ചിട്ട് പുറത്തിറങ്ങ്. ഭാര്യയോട് പറഞ്ഞു പുറത്തിറങ്ങാൻ. നിങ്ങളെ മരിക്കുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ഭാര്യ ചോദിച്ചു, ഞാൻ ഇവിടെ നിൽക്കട്ടെ, അവസാന സമയമല്ലേ? ഇല്ല വേണ്ട പെണ്ണ്, അതിഥികൾ വരുന്നുണ്ട്, വിരുന്നുകാര് വരുന്നുണ്ട്, പുറത്തിറങ്ങെന്ന് പറഞ്ഞു ഭാര്യ വിളിച്ചു പുറത്തിറക്കി. വാതിലടയ്ക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ സലാം അടക്കുന്ന ശബ്ദം കേൾക്കുകയാ. സംസാരിക്കുകയാണ്. റൂമിനകത്താരോടോ സംസാരിക്കുന്നുണ്ട്, സലാം അടക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് സകാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ല, പിന്നെ അനക്കമില്ല. ഭാര്യ വാതില് തുറന്ന് ചെന്ന് നോക്കുമ്പോ മുഖത്ത് തുണികിട്ടിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കിടക്കുകയാണ്. പടച്ചവനെ, മുഖത്തെ തുണി മാറ്റുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാ. ശരീരത്തിലും റൂമിലും വല്ലാത്ത സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന് അത്രയും ഭയമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം, സക്കരിയാ നബിക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു മകനെ അല്ലാഹു കൊടുത്തു. പടച്ചവനെ, 10-11 വയസ്സായി. ഒരു ദിവസം മകനെ കാണുന്നില്ല, ഒരു ദിവസം മകനെ കാണുന്നില്ല. വാപ്പ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മകനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ചെന്നിട്ട് മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, വയസ്സാം കാലത്ത് തന്നതാ അല്ലാഹ്, വയസ്സാം കാലത്ത് നീ തന്ന മകനാണ് യഹ്യ. എന്റെ പൊന്നുമോനെ എനിക്ക് വേണം തമ്പുരാന്. സക്കരിയാ നബി ദുആ ചെയ്തിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു. വാപ്പാ, ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. പടച്ചവനെ, സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ ഒരു ഖബറിനകത്ത് നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. പടച്ചവനെ, ആരാ കരയുന്നതെന്നറിയോ? യഹ്യ എന്ന് പറയുന്ന പൊന്നുമോന് ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാ. ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാ. വാപ്പ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്?
പറയുന്നത് അവസാനം ഇതിനകത്ത് വന്ന് കിടക്കേണ്ടതല്ലേ? 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള യഹ്യാ നബി അലൈഹിസ്സലാം ആ പ്രായത്തിൽ ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് കരയുകയാ. മക്കളെ പിന്നെ എഴുന്നേക്കാറില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. യഹ്യാ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് വിളിച്ചടോ. ഇതുപോലെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ച മഹാനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. ഇന്ന് ഭർത്താവിന് തെറ്റ് ചെയ്യാ പേടിയില്ല, ഭാര്യയ്ക്ക് തെറ്റ് ചെയ്യാ പേടിയില്ല. ഇന്ന് ഒരുമിച്ചിരുന്ന് സിനിമയ്ക്ക് പോകുന്ന കാലമാ, സീരിയല് കാണുന്ന കാലമാ, വൃത്തികേടുകളെ ചെയ്യുന്ന കാലമാ. ഭർത്താവും ഭാര്യയും കൂടെ യൂട്യൂബില് പടച്ചവനെ ലൈവിടുന്ന കാലമാ. പടച്ചവനെ ഭാര്യയാണ് റീൽസ് എടുക്കുന്നത്, ഭർത്താവിന്റെ റീൽസ് എടുക്കുന്നത് ഭാര്യ, ഭാര്യയുടെ റീൽസ് എടുക്കുന്നത് ഭർത്താവ്. പടച്ചവനെ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്തെന്നറിയോ? പെണ്ണുങ്ങളെല്ലാം തലമറയ്ക്കുന്നവരാ. എല്ലാ പെൺകുട്ടികളുടെയും തലയിലെ തുണിയുണ്ടോ, പക്ഷേ ഫ്രണ്ട് മറയ്ക്കാറില്ല. ഇന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളാകട്ടെ, എല്ലാത്തിന്റെ തലയിലും തലേ തുണിയുണ്ട്. അത് മുഖം അതാ തലമുടി മറയ്ക്കാനുള്ളതല്ല. ഇന്ന് ഫാഷനാടോ, ഇന്ന് തലയിലെ തുണി ഇടുന്നത് പുറം ഭാഗം മാത്രമാ. എന്തേ ഉമ്മത്തേ, നിബിധങ്ങൾ പറഞ്ഞു, പെണ്ണേ നിന്റെ മുടി ഔറത്താ, നിന്റെ മുടി ഔറത്താ. നരകത്തിലധികവും പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മിഅ്റാജ് ദീനം രാവിൽ താഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ടുപോയി പെണ്ണുങ്ങളെ, അതിലധികം നിങ്ങളാ പെണ്ണുങ്ങളെ. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് ഉസ്താദന്മാര് തലമറയ്ക്കാൻ പറയുമ്പോ ഉസ്താദെ അത് അവരുടെ അവകാശമാണെന്ന് പറയുന്ന ഉപ്പാ, തലമറയ്ക്കാതെ നടക്കുന്ന ഭാര്യയെ കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, തിരുത്താത്ത ഭർത്താവേ, നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? ആരെ കണ്ടാ പഠിക്കേണ്ടതെന്നറിയോ? ഒരു ഭർത്താവിന്റെ ബാധ്യത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ അവസാന പ്രഭാഷണത്തിൽ പറഞ്ഞതെന്തെന്നറിയോ? ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിന്റെ ഭാര്യമാരുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയക്കണേ. നിന്റെ ഭാര്യയുടെ വിഷയത്തില് നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. അവള് ചെയ്യുന്ന തെറ്റിനെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങളെ ഒരു ഭർത്താവിന്റെ ജോലി എന്തെന്നറിയോ? ഒരു ഭർത്താവിന്റെ കടമ എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മദീനത്തു ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുന്ന, നബി തങ്ങളുടെ ഭാര്യമാര് കിടക്കുന്ന, അവിടുത്തെ മക്കള് കിടക്കുന്ന, സഹാബത്ത് കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ അങ്ങ് മധ്യഭാഗത്തൊരടയാളം വെച്ച ഖബർ കാണാ. ആരുടെ ഖബറാണെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറാണ്. ആ ഉസ്മാൻ തങ്ങൾ ആരെന്നറിയോ? ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ്. പടച്ചവനെ, അതാ ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ കടന്നു വരികയാണ്. വീട് വളർന്നിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ സമ്മതിക്കുന്നില്ല. പടച്ചവനെ, വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളർന്നിരിക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, പട്ടിണിയാണ്, നോമ്പുകാരനാണ്, പട്ടിണി നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വീടിനകത്തിരിക്കുകയാണ്. ചെറുപ്പക്കാരാ,
കീറിയ പാൻറ് ധരിച്ച് നടക്കുന്ന യുവത്വമേ, കീറിയ പാൻറാണെന്ന് യുവാക്കൾ ധരിക്കുന്നത്. ഒരു ലജ്ജയില്ലടോ, ഒരു ലജ്ജയില്ലടോ. മുണ്ടും മടക്കി കുത്തി നടക്കുകയാണ്. ആണാകട്ടെ കുട്ടിയാകട്ടെ പ്രായമുള്ളവരാകട്ടെ. അതാ നിന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേ വാപ്പാ, അതിന്റെ മുകളിലല്ലേ മുണ്ടെടുത്തുന്നത്. റോഡിലൂടെ മുണ്ട് മടക്കി കുത്തി നടക്കുന്ന ഉപ്പാ, എത്ര പെൺകുട്ടികളാ പോകുന്നത്, എത്ര ഉമ്മമാരാ പോകുന്നത്, എത്രയോ പെണ്ണുങ്ങളാ പോകുന്നത്. നീ എന്തിനാ നിന്റെ ഔറത്ത് നീ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? നീ പാപമല്ലേ ചെയ്യുന്നത്? ചെറുപ്പക്കാരാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, അതാ ഒരു പൈജാമ മേടിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. പൈജാമ ഉസ്മാൻ തങ്ങൾ ധരിക്കാറില്ല. അന്ന് ആദ്യമായിട്ട് പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാണെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാ, കുറച്ചു സമയം കഴിഞ്ഞ ശത്രുക്കള് വീടിനകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാ. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയുമോ? പടച്ചവനെ പാൻറ് ധരിക്കുകയാണ്, അവിടെ നിന്ന് പൈജാമ ഇടുകയാണ്. എങ്ങനെയാണ് ഇവര് കൊല്ലുന്നതെന്നറിയില്ല. വളരെ ക്രൂരമായ രീതിയിൽ അവര് കൊല ചെയ്യുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാ. കമീസ് ഇട്ടുകൊണ്ട് നടന്ന വെട്ടി നുറുക്കുമ്പോ കമീസ് പൊങ്ങുമല്ലോ, ഔറത്ത് മറ്റുള്ളവരെ കാണുമല്ലോ. അല്ലാഹുവേ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഉസ്മാൻ തങ്ങൾ പൈജാമ ധരിച്ചു. എന്നിട്ട് വീടിനകത്ത് നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ വീടിനകത്തേക്ക് ഇരച്ചു കയറുകയാണ്. വീടിന് തീയിട്ടടോ, വീടിന്റെ വാതിലിന് തീയിട്ടടോ. എന്നിട്ട് ശത്രുക്കൾ വീടിനകത്തേക്ക് ഇരച്ചു കയറുമ്പോ നായില ബീവി റളിയല്ലാഹു തആല അൻഹാ, കേക്കുവങ്ങളെ പഠിക്കു പൊന്നുമോളെ, തലമറയ്ക്കാൻ മടിയുള്ള ഉമ്മമാര് കേട്ടോ, സ്വന്തം ഭാര്യ തലമറയ്ക്കാതെ നടന്നിട്ട് തിരുത്താത്ത വാപ്പമാര് കേട്ടോ. മഹാനായ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ ശത്രുക്കൾ കൊല്ലാൻ വീടിനകത്തേക്ക് ഇരച്ചു കയറുമ്പോ പേടിച്ച് ചാടി എഴുന്നേക്കുകയാ. പ്രാളത്തില് ചാടി എഴുന്നേറ്റു. നായില ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തലയിലിട്ടിരുന്ന തുണിയുണ്ടല്ലോ, ഒന്ന് പുറകിലേക്ക് മാറുകയാ, ഒന്ന് പുറകിലേക്ക് മാറി. നായില ബീവിയുടെ മുടി ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കള് കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളെടുത്ത് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങള് വിളിക്കുന്നു, നായില, മോളെ നായില. ഇവരെക്കാരും എനിക്ക് പേടി എന്തെന്നറിയോ? ഇവരെന്നെ കൊല്ലുന്നതിനെക്കാളും എനിക്ക് പേടി എന്തെന്നറിയോ? നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു നായില, നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു നായില. അത് നിന്റെ ഔറത്താണ് നായില, ഇവര് കാണുന്നു നായില. അതുകൊണ്ട് നീ നിന്റെ തലയെ തുണിയൊന്ന് നേരെയിട് നായില. എനിക്ക് ഇവരെക്കാരും പേടി അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാ പേടിയാ. അതുകൊണ്ട് നിന്റെ ഹിജാബ് എടുത്തിട്, നിന്റെ ഹിജാബ് എടുത്തിട് നായില. എപ്പോഴാ പറയുന്നതെന്നറിയോ? പടച്ചവരെ, ശത്രുക്കള് വീടിനകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് വാള് കൊണ്ട് വെട്ടുമ്പോ പേടിച്ചു നിൽക്കുന്ന ഭാര്യയുടെ തലയിലെ മുടിയൊന്ന് പുറത്ത് കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നായില, തലമറയ്ക്ക് നായില, അല്ലാഹുവിനെ പേടിക്ക് നായില. ഇനി പറമോളെ, ഉസ്മാൻ തങ്ങളുടെ സ്വർഗത്തിൽ പോകാറ്, ഈ ഉസ്മാൻ തങ്ങളെ കിടക്കുന്ന സ്വർഗത്തിൽ പോകാ നിനക്കും യോഗ്യതയാ പെണ്ണേ. ഇന്നത്തെ സഹോദരിമാര് മുഴുവനും തലേ തുണിയിടുന്നവരാ. പക്ഷേ ഫാഷനാടോ, മോഡലാടോ, ഫ്രണ്ട് ഭാഗം തുറന്നിട്ട് ബാക്കിലെ തുണിയിട്ടുകൊണ്ട് ആരെ കളിപ്പിക്കാനാ പെണ്ണേ?
പെങ്ങള്? എന്തിനാ പരിഹസിക്കുന്നത്? എന്തിനാ നാണം കെടുത്തുന്നത്? ഫർദ ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സമുദായത്തിന് നാണക്കേട് വരുത്തുന്നത് എന്തിനാ? നിനക്കെന്ത് വേണമെങ്കിലും ചെയ്യാ, എങ്ങനെ വേണമെങ്കിലും നടക്കാ, അതിനുള്ള അവകാശം നിനക്കുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷേ അത് ഫർദ ധരിച്ചുകൊണ്ട് വേണ്ട. കളിയാക്കല്ലേ പെങ്ങളെ. ഉസ്താദേ, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാട്, ഞങ്ങൾ മാറൂല, ഞങ്ങൾ ഇങ്ങനെ തന്നെയാ ഉസ്താദ്. നിങ്ങൾ വെറുതെ കടന്ന് കുരയ്ക്കുന്നതാ, ജീവിതത്തിൽ മാറ്റമില്ല. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാൻ ഞങ്ങളില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാ. മക്കളെ, ആരാ പറഞ്ഞത് അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന്? എടാ ഓന്തോടിയാ എവിടെ വരെ പോകുമടാ ചെറുപ്പക്കാരാ? മുണ്ട് മടക്കി കുത്തി ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന വാപ്പാ, കീറിയ പാൻറ്റും ധരിച്ച് ഔറത്ത് കാണിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, തലയിലും തുണികിടാതെ ഔറത്ത് മറയ്ക്കാതെ സുഖിക്കുന്ന പെങ്ങളെ, ഓന്തോടിയാ എവിടെ വരെ ഓടും മോളെ? അതിനൊരു പരിധിയുണ്ട് മോളെ, അതിനൊരു പരിധിയുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്താണല്ലോ. ഇനി അവസാനം ഇറങ്ങിയ ആയത്ത് ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയുവോ? മറക്കല്ലേ യുവത്തമേ, മറക്കല്ലേ യുവത്തമേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അവസാനത്തെ ആയത്ത് ഏതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ല പറഞ്ഞതാ, സിറാജ് പറഞ്ഞതല്ല. ഇത് അല്ല പറഞ്ഞതാണ്. എനിക്ക് എന്നോട് പറയാൻ, ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും എനിക്ക് പറയാനുള്ളത്, ഇത് അല്ല നിന്നോട് പറഞ്ഞതാ, ഇത് അല്ല നിന്നോട് ഓരോരുത്തരോടും പറഞ്ഞതാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ സിറാജ്? നീയൊക്കെ എവിടെ പോയാൽ, എങ്ങനെയൊക്കെ നടന്നാൽ, എങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്റെ മുമ്പിൽ വരുമടാ സിറാജ്. നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. ഇതല്ല പറഞ്ഞതാ, ഇത് ഖുർആനിലെ അവസാനത്തെ ആയത്താ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. അങ്ങനെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചാ നാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരോടൊപ്പം, അല്ല ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാ. അതുകൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് മൂന്നടയാളമുണ്ടോ, മൂന്ന് സ്വഭാവമുണ്ട്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് മൂന്ന് സ്വഭാവമുണ്ട്. അല്ലാഹുവേ, ഈ മൂന്ന് ഗുണങ്ങൾ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്.